അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. അമിതമായ കോർട്ട് ഫീസ് വർധനവിനെതിരെ മൂവാറ്റുപുഴയിൽ അഭിഭാഷകർ കോടതി ബഹിഷ്കരണ സമരം നടത്തി. സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. കേരള സർക്കാർ നടപ്പിലാക്കിയ അന്യായമായ കോർട്ട് ഫീ വർധനവിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴയിലെ എല്ലാ അഭിഭാഷകരും ഇന്ന് കോടതി നടപടികളിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിച്ചു. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന നിരക്കാണ് കേരളത്തിലെന്നും ഇപ്പോഴത്തെ അന്യായ വർധന നീതിന്യായ രംഗത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അഭിഭാഷകർ പറഞ്ഞു. 1 മുതൽ നടപ്പിൽ വരുത്തിയിട്ടുള്ള കോർട്ട് ഫീ 10-15 ഇരട്ടി കോർട്ട് ഫീ വർദ്ധിച്ചത് മൂലം സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു നിയമപരീക്ഷയ്ക്ക് വേണ്ടി കോടതിയെ സമീപിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് കോടതി ചെലവുകൾ അനവധി ഇരട്ടിയായി വർദ്ധിക്കുകയാണ്. നമുക്കറിയാം, ഭരണഘടന അനുശാസിക്കുന്ന ആ നിയമ സംരക്ഷണം, നീതി സംരക്ഷണം എല്ലാം നമുക്ക് ലഭിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലെല്ലാം നമുക്കറിയാം, നിയമരംഗത്ത് അനേക ചെലവുള്ള ഒരു വേദിയാണ് നിയമരംഗം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ സർക്കാരിൻ്റെയും മറ്റ് മേഖലകളിലെല്ലാം നമുക്ക് കിട്ടുന്ന ആനുകൂല്യം കൊണ്ടാണ് നമുക്ക് ഈ കുറഞ്ഞ ചെലവിൽ നമുക്ക് നീതി നിർവഹണം ഇവിടെ നടപ്പാക്കുന്നത്. പക്ഷേ ഇതുപോലെയുള്ള വർധനവ് തീർച്ചയായിട്ടും നിയമരംഗത്ത് വന്നിരിക്കുന്ന ആ ഒരു ചെലവ് വർധനവ് അത് നമുക്ക് തീർച്ചയായിട്ടും സ്വീകാര്യമല്ല. സാധാരണക്കാരെ നീതി തേടി കോടതിയിലെത്തുന്ന സാധാരണക്കാരെ തീർച്ചയായിട്ടും വലയ്ക്കുന്ന, അല്ലെങ്കിൽ അവരെ കോടതിയെ സമീപിക്കുവാൻ വേണ്ടി അശക്തരാക്കുന്ന, സാധിക്കാൻ വയ്യാത്ത രീതിയിൽ ചെലവ് വർദ്ധിപ്പിക്കുന്ന ഈ നടപടി പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. നിലവിലുള്ളതിനേക്കാൾ 5 മുതൽ 10 ഇരട്ടി വരെയാണ് ശരാശരി കോർട്ട് ഫീ വർധനവ്. എല്ലാ കോടതി വ്യവഹാര മേഖലയിലും ഇത് പ്രതിഫലിക്കും. കോടതിയെ സമീപിക്കുന്ന സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കും. 2025 ഏപ്രിൽ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. കോടതി ബഹിഷ്കരിച്ച അഭിഭാഷകർ നഗരത്തിൽ പ്രകടനം നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് വർഗീസ്, സെക്രട്ടറി AK ശ്രീകാന്ത്, N രമേശ്, NP തങ്കച്ചൻ, ജോണി മെതിപ്പാറ, AK ജയപ്രകാശ്, MS അജിത്, NK ഇളയത്, CK ആരിഫ്, KR ഉദയകുമാർ, ടോണി മേമന, KH ബബിത, ലേഖ രാജപ്പൻ, എൽസമ ജോൺ എന്നിവർ നേതൃത്വം നൽകി. ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ.